അടുത്ത കാലത്തായി ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് ട്രെൻഡുകൾ NDAക്ക് അനുകൂലമാണെങ്കിൽ മാറാറില്ല. നേരെ തിരിച്ച് ഇന്ത്യ സഖ്യത്തിന് അനുകൂലമാണെങ്കിൽ ഇന്ത്യക്ക് അനുകൂലമാണെങ്കിൽ അത് അന്തിമ ഫലമായി വിശ്വസിക്കാം എന്നതാണ് അടുത്ത കാലത്തെ കഴിഞ്ഞൊരു 10-15 വർഷത്തെ തെരഞ്ഞെടുപ്പ് അനുഭവം ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ അത് അങ്ങനെയാണ്. അത് വളരെ നിശനേര ഒരു സാഹചര്യമാണ് ഹരിയാനയിൽ പ്രത്യേകിച്ചും കണ്ടത്. പക്ഷേ അതിനിടയിൽ വോട്ട് ചോരി ആരോപണമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത് ചർച്ച ചെയ്യാനുള്ള സമയമല്ല. ജനവിധിയാണ്. ജനവിധിയെ ബഹുമാനിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഭരണ തുടർച്ച, വികസനം മുന്നോട്ട് വെക്കുന്ന ഭരണകക്ഷി സർക്കാരാണെങ്കിൽ ഭരണവിരുദ്ധ വികാരമല്ല. അഴിമതി കുറഞ്ഞൊരു സർക്കാരാണെങ്കിൽ വികസന തുടർച്ചയുണ്ടെങ്കിൽ ഞങ്ങൾ ആ സർക്കാരിനെ വീണ്ടും തെരഞ്ഞെടുക്കാൻ തയ്യാറാണ് എന്ന് കഴിഞ്ഞ കുറച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലൊക്കെ ജനത പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് തന്നെയാണോ ബീഹാറിലും സംഭവിക്കുന്നത്? ബീഹാറിൽ വാശിയേറിയ പ്രചാരണമാണ് കാണുന്നത്. രണ്ട് സഖ്യങ്ങൾക്കും ഇടയിൽ മത്സരം കടുക്കുകയാണ്. ആദ്യഘട്ട പ്രചാരണം മറ്റന്നാൾ കഴിയും. ആദ്യം NDAക്ക് നല്ല മേൽക്കൈ ഉണ്ടാക്കാനായിരുന്നു. എന്നാൽ തേജസ്വി യാദവ് കളം പിടിച്ചതാണ് പിന്നെ കാണാനായത്. സീമാഞ്ചലിലാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ഇന്ത്യ സഖ്യം വെച്ച് പുലർത്തിയിരുന്നത്. ആ സീമാഞ്ചലിൽ, അതും ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിം പ്രാതിനിധ്യമുള്ള ചില സീറ്റുകളൊക്കെ ഉള്ള ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് കിഷൻഗഞ്ച് 70% മുസ്ലിം വോട്ടുകൾ ഉള്ള ഒരു സീറ്റാണ്. ആ കിഷൻഗഞ്ചിലാണ് ഇപ്പോൾ BJPയുടെ സ്വീറ്റി സിംഗ് ആദ്യ റൗണ്ടിൽ മുന്നിലെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ആകെയുള്ള 101 സീറ്റുകളിൽ 91 സീറ്റുകളിലും വിജയിച്ചുകൊണ്ട് തിളക്കം മാറുന്ന ഒരു വിജയം BJP നേടിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു വിധി നോക്കുമ്പോൾ അത് തീർച്ചയായിട്ടും BJPക്കും കൂടി അനുകൂലമായ BJP തരംഗം കൂടി എന്ന് പറയാവുന്ന ഒരു ജനവിധിയാണെന്ന് കാണാം.